Kitchen Magic. Oh, Kitchen Magic. ഹലോ എവ്രിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം എലീന പടിക്കൽ ആൻഡ് ദിസ് ഇസ് സെലിബ്രിറ്റി കിച്ചൺ മാജിക്. എന്താണ് ഈ സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? പറഞ്ഞു തരാം. നമ്മുടെ ഈ ഒരു ഷോ ഒരു ഡിഫറെൻറ്റ് ഷോ ആണ്. കൈരളി എന്ന് പറയുന്ന ചാനൽ എപ്പോഴും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ നോക്കിയിട്ടുള്ളൂ. അതും ഇതുപോലത്തെ ഡിഫറെൻറ്റ് കുക്കറി ഷോസ് ആയിട്ട് അല്ലേ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന പഴയ നമ്മുടെ ഷോസ് ആയിരിക്കും. സ്റ്റാർട്ടിങ് വിത്ത് മാജിക് ഓവൻ, പിന്നെ പാചകറാണി, കിച്ചൺ മാജിക്, പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, യെസ്, കുഞ്ഞു കുട്ടികളെ വെച്ച് ചെയ്തിട്ടുള്ളൊരു അടിപൊളി ഷോ ആയിരുന്നു കുട്ടി ഷെഫ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഷോകൾ ഇങ്ങനെ നടക്കുന്ന നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വൈബ്രൻറ്റ് ഷോ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. വി ആർ ഓൾ സെറ്റ് ഫോർ ഇറ്റ്. കിച്ചൺസ് ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്താണെന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അല്ലേ. യെസ്, ഇറ്റ്സ് ഗോണ ബി എ ലിറ്റിൽ ബിറ്റ് മാജിക്. പക്ഷേ സെലിബ്രിറ്റീസ് ആയിരിക്കും ഇവിടെ നമ്മുടെ ചീഫ് ഗസ്റ്റുകളായി എത്തുന്നത്. 4 ടീമുകളായിരിക്കും ഉണ്ടാകുന്നത്. ഈ 4 ടീമുകളുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാചകവും വാചകവും പിന്നെ അവരുടെ ആക്ടിവിറ്റീസും എല്ലാം കൂടി ആയിട്ടുള്ളൊരു ധമാക്ക ഷോ ആയിരിക്കും ഈ സെലിബ്രിറ്റി കിച്ചൺ മാജിക്. Oh, Kitchen Magic. Oh. Let's welcome our celebrities to this Celebrity Kitchen Magic. Hi. Hello. Yes. Kitchen enta correct. Kitchen Magic. Oh, Kitchen Magic. Oh. എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോ നൈസ് ടു സീ. എല്ലാവരും ഭയങ്കര ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഞാൻ കുട്ടീനെ ഇവിടെ പിടിച്ചു നിർത്തിയത് വേറെ ഒന്നും കൊണ്ടല്ല. എന്റെ പൊന്നു ചേച്ചി, ഞാനിപ്പോ ഇങ്ങനെ ഫുള്ളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയപ്പോഴേ ഈ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. അത് കേരളത്തിന് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുണ്ട്. അപ്പം ഇവിടെ ഇപ്പൊ ഇരിക്കുന്നതിൽ ഏറ്റവും ഡിസ്റ്റൻസ് തിരുവനന്തപുരത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ കൊയിലാണ്ടി അല്ലേ? അതെ അതെ അതെ. അല്ല, കൊയിലാണ്ടിയിൽ നിന്ന് ഇത്രയും ദൂരം വന്നാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം കൊയിലാണ്ടിയിലുള്ള പ്രത്യേകിച്ച് പാചകം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം കൊയിലാണ്ടിയുള്ള ഒരുപാട് വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഇവിടെ തിരുവനന്തപുരത്തിരിക്കുന്ന കുറച്ച് ആൾക്കാർക്കും കൊച്ചിക്കാർക്കൊക്കെ മുന്നിലൊക്കെ ഒന്ന് പയറ്റണം എന്ന് വിചാരിച്ച് എന്നെ വന്നതാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് കൊണ്ടുവന്നു എന്റെ പെർഫോമൻസ്. അല്ല, പെർഫോമൻസ് പറയുമ്പോൾ അത് നമുക്ക് കാണണം. അങ്ങനെ വെറുതെ കുറെ ആയി നമ്മളൊക്കെ ഒരു ഷോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ലൈവായിട്ട് പെർഫോമൻസ് കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും എനിക്ക് ഇവിടെ നോക്കുമ്പോ തല ചുറ്റും. ഇങ്ങനെ എങ്ങനെ ഞാൻ നോക്കുന്നത്? അല്ല, നിങ്ങൾ രണ്ടുപേരും നോക്കുമ്പോൾ 2 കാലഘട്ടം ഓർമ്മ വരുന്നു. ഒന്ന് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാലഘട്ടം, ഒന്ന് മാർത്താണ്ഡ വർമ്മയുടെ ഭരണകാലം അല്ലേ? നമ്മളെന്ത് വെറൈറ്റി വേണം, എപ്പോഴും ഒരേപോലെ അപ്പൊ എന്തായാലും വേണ്ടില്ല. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് പാടുന്ന ഒരാളാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. പക്ഷെ ശബ്ദമില്ല, എന്നാലും വേണ്ടിയില്ല. പ്രത്യേകിച്ച് ഞാൻ കോഴിക്കോട് നിന്ന് വന്നതുകൊണ്ട് തന്നെ ഉള്ളം കയ്യിൽ പാടും. ഉള്ളം കയ്യിൽ ഇല്ല, ചേച്ചി തന്ന കിടിലായിട്ട് പാടും. ഇല്ല, ഞാൻ എന്തായാലും ജാനകിയമ്മന്റെ ശബ്ദവും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അനുകരിക്കുന്നില്ല. കാരണം എനിക്ക് തന്നെ ഇവരുണ്ടായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എന്നെ മാനസികമായിട്ട് തളർത്തുന്ന 2 ആൾക്കാർ. ഞാൻ ആദ്യമായിട്ട് എന്നെ ഫീൽഡിൽ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുന്നത് ഈ കിഷോറേട്ടന്റെ കൂടെ അഭിനയിച്ചു. നിങ്ങളാണ് അതിന് ഉത്തരവാദി. ഇള്ളൊച്ച വെച്ച് അത് എടുത്ത് പറഞ്ഞു. ഇള്ളൊച്ച വെച്ചിട്ട് ചേച്ചി ഒന്ന് പാടാൻ പോവാണ്. റെഡി? കൽവിലൊഴുകണ കോഴിക്കോട്, കടലമ്മ മൂത്തണ കര കോഴിക്കോട്, അൽവ മനസ്സിലൊരു കോഴിക്കോട്, വേണേ കണ്ടോളി ചങ്ങായി നമ്മളെ കോഴിക്കോട്. കായവറുത്ത് തരാടോ കറമൂർ വയറ് നിറച്ച് കഴിച്ചു, ദം ബിരിയാണി കഴിച്ച പിന്നെ സംഗതി നല്ല ഉസാറ്. കൽവിലൊഴുകണ കോഴിക്കോട്. മിഠായി തെരുവൊരു ബീവി, സൽക്കാരം ഇടുക്കുള്ള ബീവി, മീഞ്ചന്ത വഴിക്കൊന്നു കേറി, മൊഞ്ചുള്ള നടക്കാവു താണ്ടി, പുതിയാപ്പ ബീച്ചിൽ കേട്ടോ ബാബുക പാടണ പാട്ട്, കല്ലായി വീശണ കാറ്റില്ലോ സന്തോയ മൂക്കണ ചോറ്, അങ്ങട് തട്ടി ഇങ്ങട് തട്ടി തമ്മിൽ തമ്മിൽ പുഞ്ചിരി കൊട്ടി എല്ലാരും ഇവിടെ ഒരു കൂട്ട്, പത്രി ചുട്ട് ഒപ്പര തട്ടിൽ ഇത്തിരി മുക്കി നമ്മുടെ ഒന്നായിട്ടിരിക്കണ നാട്. ബാപ്പു മുത്താണ് നമ്മളെ കോഴിക്കോട്, മുത്താണ് നമ്മളെ കോഴിക്കോട്, കൽവിലൊഴുകണ കോഴിക്കോട്, കടലമ്മ
മുത്തണ്ണക്കര കോഴിക്കോട് അലുവ മനസ്സുള്ളൊരു കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങാകി നമ്മളെ കോഴിക്കോട് കൽവില തെങ്ങെടുക്കണ കോഴിക്കോട് സൂപ്പർ പൊളി. ഇപ്പോഴാണ് നമുക്കൊരു ഫുൾ എനർജി കാര്യങ്ങളൊക്കെ വന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കൈരളി എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്തത് കൈരളി ടി വിയിലാണ്. കാരണം പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, മിമിക്രി ആയിക്കോട്ടെ, എന്തിന് പാചകം ആയിക്കോട്ടെ, എൻ്റെ എല്ലാ ഒരുവിധ കലകളൊക്കെ ഞാൻ പയറ്റിയിരിക്കുന്നത് കൈരളി ചാനലിൽ തന്നെയാണ്. അപ്പോൾ വീണ്ടും കൈരളി ചാനലിൽ സെലിബ്രിറ്റി കിച്ചൺ മാജിക് എന്ന് പറഞ്ഞ ഒരു പാചക പരിപാടിയിൽ ഞങ്ങൾ കുറേ ജില്ലി ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാചകമായിട്ട് വരികയാണ്. അതിൻ്റെ കൂടെ പാചകം, ഡാൻസ്, പാട്ട് അതൊക്കെ ഉണ്ട്. അതൊക്കെ എക്സ്ട്രാ കിട്ടുന്ന ഒരു ബോണസ് ആണ് വരുന്നത്. പക്ഷേ മെയിനായിട്ട് ഞങ്ങളുടെ പാചകമാണ്. എന്നോട് ഇവർ പറഞ്ഞു 1 മിനിറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റംസ് അരികട കഴിയുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് മുട്ട. അപ്പോൾ മുട്ട വെച്ചിട്ട് മുട്ടമാലയാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഭയങ്കര സിമ്പിളാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 1 മിനിറ്റ് കൊണ്ട് നിങ്ങളെ വീട്ടിലിപ്പോൾ ഒരാൾ വന്ന് എങ്ങനെയാണ് 1 മിനിറ്റ് കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ചതാ. അപ്പോൾ ആദ്യം തന്നെ വേറെ ഒന്നുമില്ല, ഒരു മുട്ട എടുക്കുക, പൊട്ടിക്കുക. ഭയങ്കര സ്പീഡാട്ടോ. കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഈ മഞ്ഞ മാത്രം മതി നമുക്ക്. പൊട്ടാണ്ട് എടുക്കണം കേട്ടോ, എൻ്റെ ഒരു മുട്ട പൊട്ടിപ്പോയി. അപ്പോൾ അതാ 2 മുട്ട എടുത്തു. 2 മുട്ട എടുത്തിട്ടോ. 2 മുട്ടേൻ്റെ മഞ്ഞ മാത്രം നന്നായിട്ട് കലക്കുക. പിന്നെ എനിക്ക് ഈ മുട്ടേൻ്റെ മണം ഈ പറഞ്ഞ പോലെ ചിലവർക്ക് എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ആ മുട്ടേൻ്റെ മണം നമുക്ക് പോക്കാൻ വേണ്ടിയിട്ട് ഇതാ ലേശം വാനില എസൻസ് ഇട്ടിട്ടുണ്ട്. സിമ്പിൾ. എന്നതിന് ശേഷം നമ്മളൊരു പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ട് ഇത് അങ്ങോട്ട് ചുറ്റി ഉണ്ടാക്കിയാൽ മാല പോലെ ഉണ്ടാക്കിയാൽ മുട്ടമാല റെഡി. അപ്പോൾ അതാ ഞാൻ ആദ്യമായിട്ട് ഇതാ സ്റ്റൗ ഒക്കെ ഓണാക്കാൻ പോവാണ്. റെഡി. ശരിയായിട്ട് ആദ്യമായിട്ടാണ് സ്റ്റൗ ഒറ്റ ഇതിലൊക്കെ ഞാൻ കത്തിക്കുന്നത്. അപ്പോൾ അതാ കുറച്ച് വെള്ളം ഒഴിച്ച് പഞ്ചസാര ലായനി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര എളുപ്പമാണ്. കുറേ പഞ്ചസാര അങ്ങോട്ട് ഇടുക, വാരിക്കോരി വെതറുക. അപ്പോൾ ഇതാ എൻ്റെ പഞ്ചസാര ലൈൻ റെഡിയായി. ഇതാ നോക്കിക്കോ, എൻ്റെ പഞ്ചസാര ലൈൻ റെഡി. ഇതിലേക്ക് ഇതാ ഈ മുട്ടയുടെ മഞ്ഞ ഇടാൻ പോവാണ്. അപ്പം ഇങ്ങനെ ചുറ്റിണ്ട മാല പോലെ ആവണം കേട്ടോ. ശരിക്കും ഇത് കുറച്ചായതുകൊണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കുപ്പിൻ്റെ മൂടിയില്ല, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഓട്ടയാക്കിയിട്ട് അങ്ങനെ ചെയ്യാം. ഇത് കാണുന്നുണ്ടോ? അടിപൊളി. കണ്ടോ എന്റെ കഴിവ്, കണ്ടോ നിങ്ങൾ? ഈ മുട്ടേൻ്റെ അകത്തേക്ക് ഈ പഞ്ചസാര നന്നായിട്ട് പിടിക്കണം. മുട്ടയ്ക്ക് പ്രത്യേകിച്ച് മണവും ഇതൊന്നും അല്ല, മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പണിക്ക് നിൽക്കുന്നത്. മധുരം ഉണ്ടോ നോക്കട്ടെ കേട്ടോ. രണ്ട് മിനിറ്റ് കൊണ്ട് എൻ്റെ മുട്ടമാല റെഡിയാണ്. കണ്ടോ, ഇങ്ങനെ മാല പോലെ കിട്ടണം. ഒരു മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് എൻ്റെ മുട്ടമാല റെഡി. കേരളത്തിന്റെ ഒരു എൻഡിൽ നിന്ന് നമ്മൾ പരിചയപ്പെട്ട് തുടങ്ങിയപ്പോൾ അപ്പുറത്തെ എൻഡിൽ നിന്ന് ശക്തരായ 3 പേരാണ് സുഹൃത്തുക്കളെ ഇരിക്കുന്ന 3 പേര്. ട്രിവാൻഡ്രം നമ്മൾ കൈയടക്കി എന്നുള്ള രീതിയിൽ അവിടെ ബ്ലാക്ക് ഒക്കെ ഇട്ട് നോക്കിയ യൂണിഫോമിറ്റി. ഇതാണ് യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ട്രിവാൻഡ്രം ഗ്യാങ്ങിൽ നിന്നും ഞാൻ പ്രദീപേട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ എന്തുണ്ട് ഞാൻ വിശേഷം? നല്ല വിശേഷം. തിരുവനന്തപുരം പൊളിയല്ലേ. കോഴിക്കോട് വരെ നമ്മൾ അലയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മറ്റേ കൽപ്പിലെ തേനൊഴുക ഇവിടെ തിരുവനന്തപുരത്ത് കിട്ടും. ആ പാട്ടിന് കോഴിക്കോട് ചേരും. ആ പാട്ട് കോഴിക്കോടൊന്നുമില്ല, തിരുവനന്തപുരത്ത് ഈ പാട്ടില്ല. ഒന്ന് പാടിക്കൊടുക്കും. സെയിം തന്നെ കറക്റ്റ് ആയിട്ട് പാടാം. കൽപ്പിലെ
തേനൊഴുകണ കോഴിക്കോട്. കൽബിലെ തേനൊഴുകണ തമ്പാനൂർ. കടലമ്മ മുത്തണ ശംഖുപൂ. വേണേ കണ്ടോളിൻ. അല്ല നേരെ കണ്ടോളി. അല്ലല്ല കണ്ടോളി ഞങ്ങളെ ഭാഷ. നിങ്ങൾ കണ്ടിനെ എന്തേന്നു കണ്ട് കണ്ടിനെ നിന്റെ ഭാഷയാണ്. നിനക്ക് സൗകര്യം ഉണ്ടെ കാണും. പ്രതിഭയുടെ ഒരു മിമിക്രി എനിക്കിപ്പോ കാണണം. ഫ്രഷ് സാധനം. ഫ്രഷ് സാധനം. പ്രദീപിന്റെ മിമിക്രി കണ്ടൊന്ന് ചിരിക്കണം എന്നുണ്ട്. കൊറേ നാളായിട്ട് ചിരിക്കാൻ പറ്റിയിട്ടില്ല. ഒന്നൊന്ന് ചിരിക്കണം. അത് തിരുവനന്തപുരംകാരെ ഞാൻ ഇത്രയും നേരം പറഞ്ഞൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. എങ്കിലും പറയാം കേട്ടോ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതെ, ട്രൂപ്പില് പോകുമ്പോ മിമിക്രി പറയാൻ പിന്നെ അത് പ്രാക്ടീസ് ഇല്ലാണ്ട് അങ്ങ് പോയതാണ്. എന്നാലും ഞാൻ പറയുവേ. അപ്പൊ ആദ്യമായിട്ടല്ല, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഭാവാഭിനയ ചക്രവർത്തി മധു സാറാണേ, മറ്റേ ചെമ്മീനിലെ പിന്നെ കുക്കറി ഷോയും കൂടെ ആണല്ലോ. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യണ്ടായല്ലോ. ഷീല. കരുത്തമ്മ ഈ കടാപ്പുറം വിട്ട് പോയാ ഞാൻ ഈ കടാപ്പുറത്ത് കൂടെ പാടിപ്പാടി നടക്കും. പിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, കല്യാണത്തിന്റെ തലേന്ന് പൊറോട്ടയാണോ അതോ ടീ പാർട്ടിയാണോ? പൊറോട്ടയാണെങ്കിൽ 2 ദിവസം വലിയ പാടായിരിക്കും. അതുകൊണ്ടാണ്. അല്ല, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന് പറഞ്ഞോ. ഞാനിത് ആദ്യമായിട്ട് കേൾക്കണേട്ടാ. ചേട്ടൻ തുടങ്ങിയ സമയത്ത് ഞാൻ ജനിച്ചിട്ടില്ല. അത് അവന്റെ കുറ്റമല്ല. ഞാനും മണിയമ്പിള്ള രാജേട്ടനും കൂടെ ഇവിടെ ഗൂഗിളി ചെയ്തു. ഞാൻ പുള്ളിക്കാരനെ കൂടെ ഒന്ന് അനുകരിക്കട്ടെ. പക്ഷെ ഇതിന് ഭയങ്കര കൈഡി ഇറങ്ങണം കേട്ടോ. ഞാൻ തരാം. അവിടെ പോയപ്പോ ഒരുമാതിരി കണന്ന് പറഞ്ഞാണ്. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരെ പൂജ അവന്റെ ഓരോ നിയമങ്ങൾ ഇരിക്കരുത്, കടക്കരുത്, അവന്റെ അമ്മമാരുന്നായി. അല്ല നിങ്ങളെ സിമിലാരിറ്റി രൂപത്തിലോ സിമിലാരിറ്റി ശരിക്കും ഈ രൂപത്തിലെ സിമിലാരിറ്റി വെച്ചിട്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ആ പ്രോഗ്രാം ചെയ്തിരുന്നത്. നിങ്ങളെല്ലാവരും വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഇവിടെ ഇപ്പൊ പ്രതിഭേട്ടനാണെങ്കിൽ പോലും ഒരുപാട് കുക്കറി ഷോയിൽ ആങ്കർ ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ കുക്കിങ്ങിനെ പറ്റി ഒരു വാസ്റ്റ് നോളജ് ഉള്ള ഒരു വ്യക്തിയാണ് പ്രതിഭേട്ടൻ എന്ന് പറയുന്നത്. അത് കുക്കിങ്ങിനെ കുറിച്ച് നമ്മൾ കുക്കറി ഷോ ചെയ്യുമ്പോൾ നോർമലി നമുക്ക് നോളജ് ഷെഫിന്റെ തന്നെ കിട്ടും. കാരണം ഷെഫ് ഓരോന്ന് എടുത്തിടുമ്പോഴും പുള്ളി പറയുന്നത് ഉപ്പിട്ടു, അപ്പൊ ഞാൻ ഉപ്പിട്ടു, അടുത്തത് മുളക് ചേർക്കാം, മുളക് ചേർക്കാം. അത് എളുപ്പമല്ലേ. പക്ഷെ അല്ലാണ്ട് കുക്കിങ്ങിനെ പറ്റി ഒന്നും അറിയില്ലേ? കുക്കറി ഷോയിൽ ഇയാൾ കുക്ക് ചെയ്യുമോ? കാരണം ഞാൻ ഇതുവരെ ഒരു കുക്കറി ഷോയിന്റെ അവതാരകനായിട്ട് വന്നു എന്നല്ലാതെ ഒന്നും കുക്ക് ചെയ്യണം നിങ്ങൾ കണ്ടിട്ടില്ല. എന്നാൽ അതാ കണ്ടോളൂ. ഇനി ഞാൻ ഒരുപാട് വാചകം അടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു മയോണൈസ് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാം അല്ലേ? മയോണൈസിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ കണ്ട് തുടങ്ങിക്കോളൂ. ഇതാ വേണ്ടുന്നത് ഇതുപോലൊരു മുട്ടയാണ്. നമ്മൾ എഗ് വൈറ്റിലാണ് ഉണ്ടാക്കാൻ പോണതേ. അപ്പോൾ ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിക്കുകയാണ്. അതിൻ്റെ മഞ്ഞ നമുക്ക് ആവശ്യമില്ല. ഈ മുട്ടയുടെ ഉണ്ണി ആവശ്യമില്ല. അപ്പോൾ മഞ്ഞ വരാത്ത രീതിയിൽ തന്നെ വെള്ളം മാത്രം എടുക്കാം. അപ്പോൾ ഒരു മുട്ട ഒരെണ്ണത്തിൻ്റെ ആവശ്യം മതി. കൂടുതൽ വേണമെങ്കിൽ ഇപ്പം ഞാൻ ഒരു മുട്ടയുടെ വൈറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും മതിയോ എന്ന്. പിന്നെ കുറച്ചുകൂടെ സിമ്പിളായിട്ടൊരു ടെക്നിക്കുണ്ട്. നമ്മൾ മുട്ടയുടെ ഉണ്ണി വേർതിരിക്കാനായിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒഴിച്ചാൽ മതി. ഇങ്ങനെ നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ എഗ്ഗുമായിട്ട് നമുക്ക് കിട്ടി കഴിഞ്ഞു. ഇനി വേണ്ടുന്നത് ഈ മയോണൈസിൻ്റെ ഒരു ടേസ്റ്റ്. ആ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് കഴിഞ്ഞാൽ ഈ സാധനമാണ്. നമ്മുടെ വെളുത്തുള്ളി, നമ്മുടെ ഗാർലിക്കിൻ്റെ ഒരു ടേസ്റ്റാണ് മയോണൈസ് നമുക്ക് തരുന്നത്. കാരണം എഗ് വൈറ്റിന് വേറെ ടേസ്റ്റൊന്നും നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു 2 പീസ് ഗാർലിക്ക് അതിനകത്തിട്ടു. ഒരു മുട്ട ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി ഉപ്പിടുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ഒരു നുള്ളു ഉപ്പ് മാത്രമേ ഇതിനകത്ത് ഇടാൻ പാടുള്ളൂ. ഈ ഒരു നുള്ളു ശകലം കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് വായിൽ വെക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഉപ്പ് രസമായിട്ട് ഇത് മാറും. അപ്പോൾ ഉപ്പിടുമ്പോൾ വളരെ സൂക്ഷിക്കുക. അത് ഒരു നുള്ളെന്ന് പറയണത് നുള്ള്, അത്രേ ഉള്ളൂ. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാണ്. ഓക്കെ. വെളുത്തുള്ളി മിക്സ് ആയിട്ടുണ്ട്. ഇനി കണ്ടോളൂ. ഇനി കുറച്ച് എണ്ണ ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചൊഴിക്കണം. ഒരുപാടാവാനും പാടില്ല. കുറച്ച് ഒഴിച്ചു. യെസ്, ടബ് മയോണൈസ് തയ്യാറായി കഴിഞ്ഞു. ഒരു ശകലം കൂടെ കട്ടിക്ക് വേണ്ടി ഒരു ശകലം കൂടെ എണ്ണ ഞാൻ ചേർത്തു. നമുക്ക് ഈ മയോണൈസ് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാം.
ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മയോണൈസ്. കാലത്താവിൽ പൂജാതയായ അപ്സര എന്ന് പറയുന്ന വലിയ നടി. ഇനി ബാക്കി നിന്റെ വീട്ടിന്റെ ആ സ്ഥലം ഇരിക്കുന്ന പേര് കൂടെ പറയണം. ആ ജംഗ്ഷൻ പറയണം. ഒറ്റപ്പങ്കട്. ഒരു കുക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ കുക്ക് ചെയ്യാറുണ്ടോ, എങ്ങനെയാണ്? അത്യാവശ്യം കുക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെ. പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. എല്ലാ ടൈപ്പ് ഫുഡും കഴിക്കുന്ന ഒരാളാണ്. ടേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അത്യാവശ്യം കഴിക്കാത്ത എല്ലാ സാധനത്തിനും കഴിക്കും. അത്യാക്കാത്ത എല്ലാത്തിനും ഞാൻ കഴിക്കും. തിരിച്ചു കടിക്കാത്തതെന്തും കഴിക്കും. അല്ലേ? അതെ. ഞാനൊരു സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണേ. ഞാനുണ്ട് ഇങ്ങനെ ഉള്ളിയും ക്യാബേജും മുട്ടയും ക്യാപ്സിക്കും കളർഫുള്ളിന് വേണ്ടിയിട്ടാണ്. ക്യാരറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ സലാഡിൽ വേറെ കുക്ക് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഓയിലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്കില്ല. ഇത് വെറും ഇങ്ങനെ പ്യുവർ ആയിട്ടുള്ള സാധനമാണ്. ഇത് ക്യാരറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്യാബേജ് ഇടാം. കുക്കിങ്ങിൽ അധികം നമുക്കങ്ങനെ കുക്കിങ്ങുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം കുക്ക് ചെയ്യും കേട്ടോ. ഞാൻ പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എല്ലാ ടൈപ്പ് ഭക്ഷണം എനിക്കിഷ്ടമാണ്. അയ്യോ, നമ്മൾ ഞാൻ ഉപ്പിട്ട കാര്യം പറഞ്ഞില്ല. അതെ, ഉപ്പിടാവുകയാണേ. കുറച്ച് മതി കേട്ടോ ഉപ്പ്. അയ്യോ, നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞില്ല. മുട്ട ഇടണം കേട്ടോ. നല്ല ഹെൽത്തി സലാഡാണ്. അവിടെ നമുക്ക് കുറച്ച് മുട്ട ഇടണം. നമുക്ക് ഈ യെല്ലോ വേണ്ട, എഗ് വൈറ്റ് മാത്രം മതിയേ. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിടാവേ. ഏകദേശം നമ്മുടെ സാലഡ് ഇങ്ങനെ ആയിട്ടുണ്ട്. നല്ല കിടില സലാഡാണ്. അപ്പോൾ ഏകദേശം ഇത് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബ്ലാക്ക് പെപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ. എല്ലാം കൈ കണക്കാണ് കേട്ടോ. നമുക്ക് ഈ സ്പൂണൊന്നും വേണ്ട. ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ ഇട്ട് സൂപ്പർ. ഇതുവരെ നിങ്ങൾ ലൈഫിൽ ഇത്ര നല്ലൊരു സലാഡ് കഴിച്ചിട്ടുണ്ടാവില്ല. അത്ര കിട്ടില്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞ സത്യമായിട്ടും വല്ലപ്പോഴേക്കും വീട്ടിലുണ്ടാക്കണേ നിങ്ങളൊക്കെ. ചേച്ചിമാർ ചേട്ടന്മാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ. സൂപ്പറാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നല്ല ഹെൽത്തിയാണ്, കിഡിലാണ്. വേറെ ഒന്നുമില്ല. ക്യാരറ്റും നിങ്ങൾ സാമ്പാറിന് ഉണ്ടാക്കിയ ക്യാരറ്റിൻ്റെ ബാക്കി ക്യാരറ്റായാലും മതി. ക്യാരറ്റും ക്യാബേജും പിന്നെ ഒണിയനും ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം ഇവിടെ എനിക്ക് ഫ്രീ ആയിട്ട് തന്നുകൊണ്ട് മാത്രം ഇട്ടാണ്. ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മുട്ടയുടെ വെള്ളയും മഞ്ഞക്കറി കളയില്ല. മഞ്ഞക്കറി അല്ലാണ്ട് കഴിക്കാൻ ഞാൻ ഇത് മഞ്ഞക്കറി ഇട്ടില്ല. എനിക്ക് മഞ്ഞക്കറി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വെള്ളക്കറി ഇട്ട്. പിന്നെ ഞാൻ ഇത് വേണമെന്നില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ ഉള്ളതല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇട്ടേണേ. അവിടെ നിന്ന് എൻ്റെ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് വേണ്ട എന്നാലും ഞാൻ ഇട്ടതാണ്. അങ്ങനെ ആയി. ഇതേ സൂപ്പർ, നല്ലതല്ലേ? കിഷോരുടെ ശരിക്കും ട്രിവാൻഡ്രത്ത് എവിടെയാ? തിരുവനന്തപുരം നെടുമങ്ങാട്. ഞങ്ങൾ ഏകദേശം അയൽക്കാരാട്ടാ. അയൽക്കാരൊന്നുമല്ല, പൊടി. ഇത് തിരുവനന്തപുരത്തിന്റെ അങ്ങേറ്റം. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലമില്ല, കടലാണ്. കടലില്ല, കടൽ പോലും ഇല്ലെന്ന് ചന്ദ്രനെ കണ്ട. അല്ല, നമ്മള് രണ്ടുപേരും നെടുമങ്ങാട് താലൂക്കാണ്. ഞാൻ ഉഴമലക്കല്. നീ എവിടെ? ഞാൻ നന്ദിയോട്. നന്ദിയോടാണോ കറക്റ്റ് സ്ഥലം? എനക്ക് ഒരു നന്ദി ഇല്ലെന്നുള്ളതാണ് നന്ദിയോട് മാത്രമല്ല, നന്ദിയോട് അകത്ത് വേറെ ഏതോ കറക്റ്റ് സ്ഥലം. പാലോട് നന്ദിയോട് അങ്ങനെയൊക്കെ പറയുന്നത്. പാലോട് നന്ദിയോട് ചെങ്കോട്ടയ്ക്ക് പോകുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. ആ ഗ്രാമത്തിന്റെ പേര് അങ്ങനെ നന്ദിയോടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ കാലങ്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കാലങ്കാവ്. അല്ല, പേര് നോക്കൂ, കാലങ്കാവ്. അപ്പൊ എന്താണെന്ന് മനസ്സിലായല്ലോ. കാലങ്കാവിൽ അങ്ങനെ കാലങ്കാവിൽ പൂജാതയായ അപ്സര എന്ന് പറയുന്ന വലിയ നടി. ഇനി ബാക്കി നിന്റെ വീട്ടിന്റെ ആ സ്ഥലം ഇരിക്കുന്ന പേര് കൂടെ പറയണം. ആ ജംഗ്ഷൻ പറയണം. ഒറ്റപ്പങ്കട്. അത് ഒന്നുകൂടെ ഞാൻ കേട്ടില്ല. പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാ? ഇല്ല. ഞാൻ ഇത്രയും നേരം നിങ്ങൾ എല്ലാരും സ്ഥലം പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഒരു ഓളം വന്നത് ആരുടെ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എന്റെ സ്ഥലത്തെ കുറിച്ച് പറഞ്ഞത്. പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്.
വന്നത് അങ്ങനെ അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ ഓളം എന്നൊരു സ്ഥലത്തിന്റെ പേരാണ് ഊളംപാറ. അവിടെ വന്ന കോഴിക്കോട് വന്ന സാധനത്തിന്റെ ഓളം എന്ന പേരാണ് കുതിരവട്ടം. അല്ല, ആ ഓളമൊക്കെ ഇവിടെ തലയിലുണ്ട്. ശരി, ഇന്ന് നമ്മൾ ഇവിടെ കുക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനത്തെ ഒരു വലിയ സംഭവങ്ങളാണ്. പക്ഷെ കുക്കിംഗ് മാത്രമല്ല, ഒരുപാട് ടാസ്കുകളും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് കിഷോറേട്ടൻ ഈ അവസരത്തിൽ പറയാനുള്ളത്? ഇല്ല, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാവരും മലയാളികൾക്ക് വളരെ സുപരിചിതയായ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ്. അതെ. പിന്നെ ഈ പാചകവും എല്ലാം കളിതമാശയായിട്ട് നമുക്ക് അങ്ങനെ മുമ്പിലേക്ക് കൊണ്ടുപോവാം. കിഷോറേട്ടൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കിഷോറേട്ടന്റെ ഒരു ഗാനം. മാരന്റെ കോവിൽ തേടി മായാമയൂരമാടി മായാമയൂരമാടി ഒളി തേടി നിലാപ്പൂക്കൾ ഒളി തേടി നിലാപ്പൂക്കൾ വീഴുന്നു നിന്റെ കാൽക്കൽ അനുരാഗലോലഗാത്രി വരവായി രാത്രി. എനിക്ക് പാചകത്തിനോട് വല്ലാത്ത പ്രണയമാണ്. അപ്പോൾ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഈ പരിപാടിയോടുള്ള വലിയ ഒരു ആത്മാർത്ഥത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ചൂടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ചെറിയ സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരുപാട് സമയമില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്നത് ഉണ്ടാക്കി നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് മതിയാക്കാം. വേറെ ഒന്നുമില്ല, കുറച്ചുകൂടെ ലൈറ്റ് ഭാഷയിൽ പറഞ്ഞാൽ നാരങ്ങ വെള്ളം. ഇതാ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങൾ പറഞ്ഞുതരാം. നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു, 2 പീസ് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്നത് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, ഇതാ ഇങ്ങനെ ഈ എരിവ് കൂടിയ മുളക്, പുതിനയില, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചിട്ട ഒരു പരുവം ആണ് ഞാൻ ഇതിനകത്ത് ആദ്യം ചേർത്തതേ. അതിൽ പിന്നെ നമ്മൾ ഉപ്പും കൂടെ ഇടും. ഇനി രണ്ടാമത് ഇത് കൈക്കണക്കിൽ ചേർക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് നമ്മുടെ പഴയ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നത്. അത് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു ഇടിയല്ലിൽ വേണം ചെയ്യാൻ, പക്ഷേ ആ സാധനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇത് രണ്ടിൻ്റെ വെർഷൻ കുടിക്കുന്നത് ട്രീറ്റ് ചെയ്യുന്നത് തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത് രണ്ടും കൂടെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് മിക്സിയിലടിച്ച സംഭവം. ഇനി പുതിനയില, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇടിച്ചാൽ നമ്മൾ പറയും പോലെ കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഇടിക്കുമെന്നാണ്. ഇതിപ്പം ഇതിലല്ല ഇടിക്കേണ്ടത്, ആ സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു ബൗള് വെച്ച് ഈ സാധനം ചെയ്യുന്നു എന്നുള്ളേ ഉള്ളേ. അതിലേക്ക് മുളകിടുന്നു. ഇനി ഇത് ഐസ് ക്യൂബ് ഉൾപ്പെടെയുള്ള വെച്ചിട്ട്, കാര്യം ഇതിൽ സോഡ ഉപയോഗിക്കാം, വെള്ളം ഉപയോഗിക്കാം. സോഡ ആകുമ്പം ഇതിൻ്റെ ഉപ്പ് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. കാര്യം സോഡ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് കലക്കാൻ പറ്റില്ല. അരിച്ച വെർഷനും അരിക്കാത്ത വെർഷൻ. ഒരു പുതിയ ജനറേഷനെ അരിച്ച വെർഷൻ കൊടുക്കുന്നതാണ് നല്ലത്. കാര്യം അവർ കഴിക്കുമ്പോൾ ഒരുപാട് പാടുപെടാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. ഐസ് വേണമെങ്കിൽ 2 എണ്ണം ഇട്ടേക്കാം. 2 3 ഐസ് കിടക്കുന്ന പ്രശ്നമില്ല. ഇത് കുടിക്കാൻ ഭയങ്കര സിമ്പിളാണ്. അരിച്ച വെർഷനാണ്. ഇനി അടുത്ത് അരിക്കാത്ത വെർഷൻ. ഇനി ഈ രണ്ടും കുടിക്കുന്ന തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. ഇത് ഭയങ്കര രസമാണ് രണ്ടും. ഇത് അരിച്ച വെർഷൻ.
ഇങ്ങനെ കുടിക്കാം. അരിക്കാത്ത വെർഷം കുടിക്കുമ്പോഴാണ് ആസ്വാദനം കൂടുന്നത്. ശ്രദ്ധിച്ചോളാം. കുടിക്കുന്നത് ആണാണെങ്കിൽ മീശയിൽ ഈ സാധനങ്ങൾ തട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 2 സിപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതെടുത്തങ്ങ് മാറ്റും. ആ മാറ്റുന്ന സമയമാണ് ഇത് ടേസ്റ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അരിക്കാത്ത വെർഷം കുടിക്കുന്നതാണ് ഏറ്റവും വലിയ ഇഷ്ടം. അടുത്ത ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കണ്ണൂരിന്റെ അഭിമാനമായ ജെസി ചേട്ടൻ. ജെസി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ണൂരിലെ ഭക്ഷണ വിഭവങ്ങള്, സ്നാക്ക് ഐറ്റംസ് ആണോ ഏറ്റവും കൂടുതൽ, അതോ എല്ലാ ഐറ്റംസും? അയ്യോ, കണ്ണൂരിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവരവരുടെ ജനിച്ച നാടും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഫുഡ് എന്ന് പറഞ്ഞാൽ പെറ്റമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് തന്നെയാണ്. അപ്പോൾ കണ്ണൂർ ടേസ്റ്റിലുള്ള ഒരു ഫുഡുകളൊക്കെയാണ്. പക്ഷേ കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ നോൺ വെജ് വിഭവങ്ങൾ ഉള്ള ഒരു നാടാണ്. പക്ഷേ എനിക്കതൊന്നും കഴിക്കാൻ സാധിച്ചിട്ടില്ല. അല്ല, അതുകൊണ്ട് പുറത്താക്കിയല്ല, പുറത്താക്കിയോണ്ടല്ല, ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് ഈ നോൺ വെജ് ഒന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ കൊച്ചുകാലം മുതൽ അത് കല്ലുമ്മക്കായി മെയിനായിട്ടുള്ള ഐറ്റംസ്. അല്ല, രുചി അറിയാം. നമുക്ക് ഒരു ഫുഡ് കണ്ടു കഴിഞ്ഞാൽ അത് നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും അതിന്റെ രുചി പറയാൻ പറ്റുന്ന ഒരു കഴിവ് എനിക്ക് പണ്ട് മുതലേ ഉള്ളത്. ആദ്യത്തെ അനുഭവം അല്ലേ? അല്ല, ഇവിടെ ഒരു ടാസ്ക് തരുവാണ്. നോൺ വെജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജിഷൻ ചേട്ടൻ ചെയ്യോ? ചെയ്യാൻ പിന്നെ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ചെറിയൊരു സാധനം ഞാൻ ഇപ്പോൾ റെഡിയാക്കി തരാം. ഒരു ബ്രെഡ്, സാധാരണ വീറ്റ് ബ്രെഡോ കുറച്ചും കൂടി വലിപ്പമുള്ള കിട്ടിക്കഴിഞ്ഞാൽ അത്രയും സന്തോഷം കിട്ടും, നല്ലതാണ്. നടുഭാഗത്ത് ചെറുതായിട്ടൊന്ന് അമർത്തിയിട്ട് ഇവിടെ തീ ഒന്ന് കുറച്ച് വെക്കുക. ഈ സാധനം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈശ്വര ഭഗവാനെ, ഞാനൊരു മുട്ട പൊട്ടിക്കുന്നുണ്ട്, ആർക്കും ഒന്നും തോന്നരുത്. ആഹാ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. സക്സസ്. വേണമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടി ഇങ്ങനെ ഇടാം. അതുകൊണ്ട് ഞാനൊരു നുള്ള് ഉപ്പ് അത് ഇടുന്നുണ്ട്. ഓക്കെ, ഇതായി. കല്ല് നല്ല ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതെനിക്കിഷ്ടമുള്ള സാധനമാണ് ചീസ് സ്ലൈസ്. ചീസ് സ്ലൈസ് എന്ന് പറയും. ഈ ചീസ് നമുക്ക് ഇതിൻ്റെ സൈഡിലൊന്ന് വെതറി കൊടുക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്നൊരു ചീസിന് ഇപ്പം നമ്മൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഓൾറെഡി ചീസിൽ ഇച്ചിരി ഉപ്പുണ്ടാവും. വേണമെങ്കിൽ നമുക്ക് 2 വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, വെളുത്തുള്ളി പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എന്താ വേണ്ടേ? ഒന്ന് വേണം. സംഭവം ക്ലീനാണ്, റെഡി ആയിട്ട് ഇപ്പം കിട്ടും. ഓക്കെ, ഇതാണ് ഒരു ചെറിയൊരു ഡിഷ്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിഷ്. ഇത് വെന്ത് വരുന്നുണ്ട്, ചീസ് വെന്ത് വരുന്നുണ്ട്. യെസ്, സാധനം കുക്കായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ സംഭവം. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സാധനം ഞാൻ ഉണ്ടാക്കുന്നത്. ദൈവമേ, ഞാൻ ഇപ്പോൾ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. യെസ്, നല്ല ഇതാണ് നമ്മുടെ ഒരു റെസിപ്പി. ഇതാണ് അപ്പോൾ എൻ്റെ പുതിയ കണ്ടുപിടുത്തമായ ഒരു വിഭവമാണ്. ജിഷൻ ചേട്ടൻ ഇന്ന് നമുക്ക് വേണ്ടി എന്ത് കലാപരിപാടിയാണ്? ഞാൻ നന്നായിട്ട് പാട്ട് പാടുന്നു. എല്ലാവരും പാട്ട് പാടും. അതൊന്ന് പറഞ്ഞോ. അപ്പോൾ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, പിന്നെ കറുത്തമ്മി പരീക്കുട്ടി. അപ്പോൾ എൻ്റെ വൈഫ് വരതയായിരുന്നു, ഷീലാമ്മയായിട്ടും ഞാൻ മധുസാറുമായിട്ടും ആണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ പണിക്കറേട്ടനൊക്കെ ആയിരുന്നു ഇത് കൂടെ ആ സ്കിറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് പണിക്കരേട്ടൻ പറഞ്ഞു, എടാ മധുസാറിനെ പോലെ നടക്കണം, കാരണം എനിക്ക് നിങ്ങളെ പോലെ അനുകരിക്കാനൊന്നും അറിയില്ല, ഞാൻ എങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചിട്ട് പോവാം. അതൊന്നും പറ്റില്ല, നീ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും നിന്നെ കൊണ്ട്. അതുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റൂ? സിമ്പിൾ ഐഡിയ ആണ്, സൈക്കിൾ ചവിട്ടിയാൽ മതി.
പുറകിലോട്ട് സൈക്കിൾ ചവിട്ടിയാൽ മതി, ഇങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടിയാൽ മതി. അതാണ് മാനറിസം. പിന്നെ ചൂയിങ്കം വായിലിട്ടിട്ടുള്ള പോലെ ഇടയ്ക്കൊന്ന് ഒരു ഇത് എക്സ്പ്രഷൻ ഉണ്ട് അല്ലേ, അങ്ങനെയല്ല എൻ്റെ ടിപ്സ്. മധുസാറിനെ അനുകരിക്കാനോ? മധുസാറാ കേൾക്കരുത്. അല്ല, ജിഷിൻ ചേട്ടൻ ഒരു beginner ആണ്. ജിഷിൻ ചേട്ടൻ ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ പിന്നെ സ്റ്റേജിന്റെ സൈഡിൽ നിന്നിട്ട് പറഞ്ഞു, നീ ആ കയറുന്ന വരെ ഈ മാനറിസം ചെയ്തോണ്ട് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്തോണ്ട് ഇങ്ങനെ നിന്ന് അങ്ങനെ തന്നെ കയറിയാൽ മതി. എൻ്റെ എൻട്രീൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ ഞാൻ കയറാൻ നോക്കിയപ്പോഴേ ഇവിടെ ഒരു പിന്നെ ഇത് വെച്ചിട്ടുണ്ട് ബോക്സ്. ഈ ബോക്സ് ഞാൻ ഇങ്ങനെ നിൽക്കുമല്ലേ, ഈ ബോക്സ് ഞാൻ കവച്ച് വെച്ചു. പിന്നെ പക്ഷേ എനിക്ക് ആ സ്കിറ്റിന് 97 മാർക്ക് കിട്ടി. അത് കഴിഞ്ഞ് എം കെ ശ്രീകുമാർ സാറ് അദ്ദേഹം പറഞ്ഞു, ഇതിൽ ഏറ്റവും നമുക്ക് കോമഡി ആയിട്ട് തോന്നിയത് നീ മധുസാറാവാൻ വേണ്ടി കഷ്ടപ്പെട്ടു. അതോടുകൂടി ഞാൻ അനുകരണം എന്ന് പറയുന്ന പരിപാടി ഞാൻ നിർത്തി. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സാക്ഷാൽ മധുസാറിനെ നീ കവച്ചു വെച്ചു. പാട്ട് ഞാൻ പാടാറുണ്ട്. എന്റെ ചേട്ടൻ നല്ലൊരു ഗായകനാണ്. അപ്പൊ അവന് പിന്നെ ചേട്ടനെ കൊണ്ടുവരാം. അവന് ഈഗോ അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അധികം പാടാറില്ല. പാടത്തില്ല. ഞാനൊരു രണ്ടുപേരും പാടും. ഇത് നിങ്ങൾ കട്ട് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ. കട്ടിയില്ല. കൈരളി ചാനലിൽ നിന്ന് എനിക്കൊരു ഉറപ്പ് വേണം. അല്ല, ഒന്ന് ഓഡിയൻസിനോട് പറഞ്ഞ ആർക്ക് ഈഗോ അടിക്കല്ലേ? കേക്കട്ടെ, വേഗം വേഗം പഠിക്കോ. കാക്കേ കൂടെ എവിടെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇറക്കി വിടാം. അയ്യോ ഒന്നും പാടില്ല. പിന്നെ അതൊക്കെ കൊച്ചു പിള്ളേർ പാടുന്നു. 1 2 3 4 ടിങ്കിൾ ടിങ്കിൾ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ബാക്കി എനിക്കറിയില്ല. ലൈന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അല്ല, രണ്ടുപേരും അല്ല, ഒരു കാര്യം നല്ല ശബ്ദം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അനുരാഗ 1 2 3 മനസ്സിലായില്ലേ? നന്നായിട്ട് ഈ പാട്ട് കേട്ടിട്ടാണോ നിങ്ങളെ ചേട്ടൻ ഈഗോ അടിച്ചത്? അപ്പൊ ആലോചിച്ച് നോക്ക്, ഇവന്റെ ചേട്ടൻ എന്തുമാത്രം പാടും. ഫാമിലി അല്ല, എന്റെ ചേട്ടൻ നല്ല രീതിയിൽ നല്ല ഒരു ഗായകനാണ്. അപ്പം അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ച സ്ഥലങ്ങളൊക്കെയാണ് നീ എത്തിപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. വലിയ സല്യൂട്ട്. താങ്ക് യു. ഈഗോ അടിച്ചെന്നല്ല, വേറെ എന്തോ എടുത്ത് അടിച്ചു. ഞാൻ കുക്ക് ചെയ്യും, പിന്നെ കുറെ കഴിക്കും. അതെല്ലാം അപ്പാരൊരു ഡാൻസറാണ്. ആണോ? അപ്പാര ഡാൻസർ എന്ന് പറഞ്ഞു ഞാൻ പറയാം. നമ്മുടെ കൈരളിയിലെ താരോത്സവത്തിൽ തന്നെ അന്യായ പെർഫോമൻസ് ചെയ്താണ്. ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇവള് ഡാൻസ് ചെയ്യുമ്പോ ഭയങ്കര അട്രാക്ഷൻ ആണ്. കാരണം ഗ്രേസ്ഫുൾ ആയിരിക്കും. കണ്ണടി ഞാൻ കേറുന്നേക്ക് മുമ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലടാ, 2 സ്റ്റെപ്പ്. അതെ, സരികയും കൂടി ഇന്നിപ്പോ ഒരു 2 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ചൂടായി വരട്ടെ. പഴം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടാ പൊരിക്കണമെങ്കിൽ വേഗം പഴം പൊരിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് സമയം വേണ്ടി വരില്ല. ഒരേ സമയത്ത് കുറേ പഴംപൊരി ഉണ്ടാക്കാം. നമുക്ക് സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കാം. പഴംപൊരി ആയി വരുന്നുണ്ട്. അപ്പോൾ അതേ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കോരാം. ഒരുപാട് ഇതായ കരിഞ്ഞു. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. കോരാം. ചേച്ചി എന്തിനാണ്? ലൈക് പാട്ടാണോ ഡാൻസ് ആണോ? അയ്യോ, പാട്ട് പാടൂല്ലേ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ഓയ്യോടാ, എന്നാലും പാട്ട് പാടും. പാട്ടോ? ഞാൻ പാടിയ ഈഗോ അടിക്കാൻ എന്നിട്ടല്ല,
ഞാൻ പാടിയ ശരിയാവില്ല. രണ്ടുപേരെയൊക്കെ പാടാം. ഞാൻ പാടാതിരിക്കാനുള്ള കാരണം ഒരു ടീച്ചറാണ്, ഒരു പാട്ട് ടീച്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. ആ ടീച്ചർ ഇപ്പൊ എവിടെ ഉണ്ട്? എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞൂടാത്ത സ്ഥിതിക്ക് ആ ടീച്ചറിനുള്ള വാശി തീർക്കാൻ വേണ്ടി നീ ഇന്ന് ഈ ടീച്ചർ പറയാൻ കാരണം എന്റെ അനിയന് നല്ല ശബ്ദമാണ്, പാട്ട് പാടാൻ പറ്റിയ ഒരു ശബ്ദമാണ് അവന്. അപ്പൊ അമ്മയൊക്കെ അവനെ കൊണ്ട് പാട്ടിന് ചേർത്തു. പാട്ടിന് ചേർത്തപ്പോൾ ആൺകുട്ടിയാണല്ലോ, ക്ലാസ്സിലിരിക്കില്ല, ശ്രദ്ധിക്കില്ല, പഠിക്കില്ല. അപ്പൊ ഞാനാണ് ഇവനെ കൊണ്ടുവരുന്നത്. ഞാൻ പുറത്തിരുന്ന് ഇവൻ പഠിക്കുന്നത് മുഴുവനും ആ ടീച്ചർ പഠിപ്പിക്കുന്നത് മുഴുവനും ഞാൻ കേട്ടപ്പോൾ വേറൊരു ക്ലാസ്സിൽ ഇതുപോലെ പോയി കഴിഞ്ഞപ്പോൾ സ്റ്റുഡൻസ് കുറവായിരുന്നു. അപ്പോൾ ഞാനും ആ ക്ലാസ്സിൽ തന്നെ കയറിയിരുന്നു. അപ്പോൾ അനിയനോട് പാടാൻ പറഞ്ഞപ്പോൾ അവൻ അറിയില്ല. അങ്ങനെയാണെങ്കിൽ ടീച്ചറാണെങ്കിൽ എല്ലാം പഠിപ്പിച്ചു കൊടുത്തതുമാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞു. എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു അയ്യോ മോള് കേട്ട് പഠിച്ചോ പാട്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ കേട്ട് പഠിച്ചു എന്ന് പറഞ്ഞു. അന്ന് മോളൊന്ന് പാടിയെന്ന് പറഞ്ഞു. ഇല്ല, അത് ഞാൻ പാടിയപ്പോ ഞാനത് പാടിയപ്പോ ടീച്ചറും അവിടെ ഇരുന്ന എല്ലാ പിള്ളേരും ചിരിച്ചു. അതെനിക്ക് ഭയങ്കര ഈഗോ അടിച്ചു. ഞാൻ അന്ന് ശബ്ദം ചെയ്തു, ഞാൻ പാടില്ല. ആ പാട്ട് 2 വരി സരിത ഇവിടെ പാടും. ഞാൻ 4 പാട്ട് പാടി എന്നെ നാട്ടുകാർ മുഴുവൻ ഓടിച്ചിട്ടുണ്ട്. അല്ലല്ല, ഒരു ടീച്ചറും അങ്ങനെ ചിരിച്ചു തള്ളരുതായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. സമൂഹത്തിൽ ഒരു പാട്ടുകാരി നമുക്ക് അല്ല, പിന്നീട് വലുതായി കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ബോധോദയം വന്നു. ടീച്ചർ പറഞ്ഞാൽ തെറ്റില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഇതേപോലെ ഗൾഫ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് അഡ്വാൻസ് തരാൻ ഒരു പ്രൊഡ്യൂസർ വീട്ടിൽ വന്നു. പ്രൊഡ്യൂസർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഒരു പാട്ട് പറഞ്ഞ സരിത, എല്ലാ പാട്ടുകാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാവരും ഇട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ എൻ്റെ അനിയൻ പോലും പറഞ്ഞു അക്ക എത്ര നേരെ ഒരു സാർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണം, അക്കിക്ക് പാടിയാൽ എന്താക്കാന്നിങ്ങനെ അനിയനും കൂടി പറഞ്ഞു. അവൻ അങ്ങനെയൊന്നും എന്നെ വഴക്ക് പറയത്തില്ല. പക്ഷെ അവനും കൂടി പറഞ്ഞപ്പോൾ ഞാൻ പുള്ളി ഇൻസൾട്ട് ആവണ്ടാന്ന് വെച്ചിട്ട് എൻ്റെ അമ്മ സത്യം ഞാൻ പാട്ടുപാടി. സരിതയുടെ മുമ്പിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ടീച്ചറിന്റെ മുമ്പിൽ പാടിയ പാട്ട്, 2 ഗൾഫ് പ്രോഗ്രാമിൽ പോയ ടീച്ചറിന്റെ മുന്നിൽ ഞാൻ പാടിയത് രാരവേണു ഗോപാല. ആ പ്രൊഡ്യൂസറിന്റെ മുന്നിൽ ഞാൻ പാടിയത് അലീഷയുടെ സോങ് ആണ്, ഹിന്ദിയാണ്. രാരവേണു ഞാൻ മറന്നു. ശരിക്കുള്ള ക്ലാസിക്കൽ രാരവേണു. നമ്മളിങ്ങനെ റാഗ് ചെയ്യണോ ഈ കുട്ടീനെ? വേണ്ട. പ്രൊഡ്യൂസർ മുമ്പിൽ പാടിയ പാട്ട് പാടി. വേഗം പഠിക്കേ. देखी है सारी दुनिया, जापान से लेके रशिया, ऑस्ट्रेलिया से लेके अमेरिका, मेड इन इंडिया, मेड इन इंडिया, इंडिया, ओ मेड इन इंडिया, सोनिया, दिल तगला चिरमते इंडिया. കുറച്ച് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ നമ്മുടെ പാനിലേക്ക് ഞാൻ ഇടുകയാണേ. പാനിലേക്ക് ഇട്ടിട്ട് ഇത് ഒന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചു. അതേപോലെ ഒരു എഗ്ഗ്, ഒരു ബുൾസൈ ഉണ്ടാക്കാനും ഞാൻ ഇട്ടു. ഇനി ചെയ്യേണ്ടത് നമ്മുടെ മയോണൈസിന് വേണ്ടിയിട്ടുള്ള എഗ്ഗ് ഞാൻ കട്ട് ചെയ്യാണ്. ഇത് നമ്മുടെ വിനിഗറാണ്. ആ വിനിഗർ, ഒരു മൂടി വിനിഗർ. ഓക്കെ, ഒരു നുള്ളുപ്പ്. മയോണൈസിൽ നമുക്ക് ഉപ്പിൻ്റെ അധികം ആവശ്യമില്ല, അത് കാരണം ഒരു നുള്ളുപ്പ്. പിന്നെ അതാ വെളുത്തുള്ളി, ഇത്രയും വെളുത്തുള്ളിയും ഇട്ടു. പിന്നെ നമ്മൾ 2 മുട്ട എടുത്തു. ആ 2 മുട്ടയുടെ ഡബിൾ ആയിരിക്കണം നമ്മൾ ഒഴിക്കുന്ന സൺഫ്ലവർ ഓയിൽ. വേറെ ഒരു ഓയിലും ഇതിന് സൂട്ടാവത്തില്ല, സൺഫ്ലവർ ഓയിൽ മാത്രമേ സൂട്ടാവത്തുള്ളൂ. ഞാൻ പെപ്പറും ഇട്ടു. ഞാൻ പറഞ്ഞു ഓയിൽ ഡബിൾ ആയിരിക്കണം. ഓയിൽ ഡബിൾ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ഇത് കട്ടിയായിട്ട് വരത്തുള്ളൂ കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ അതാ നോക്ക്, നമ്മുടെ മയോണൈസ് റെഡിയാണേ. എൻ്റെ മയോണൈസ് ഉണ്ടാക്കാൻ പറ്റിയ സമയം കണ്ട വെറും 2 മിനിറ്റിനുള്ളിൽ ഇതാ നമ്മുടെ
ബുൾസൈ ഉണ്ടാക്കുന്ന സമയം മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബർഗറിലേക്ക് ആദ്യം തന്നെ ഫസ്റ്റ് കോട്ട് മയോണൈസ്, ഒരു കോട്ട് നമ്മുടെ ചീസ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ചീസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് സവാള, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. തക്കാളി, ബുൾസൈ ഉണ്ടാക്കി ആ ബുൾസൈ ഇതിൻ്റെ പൊക്കത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെയും ഒരു ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതേപോലെ സെയിം കോട്ടിംഗ് തന്നെ നമ്മുടെ അടുത്ത പീസിൽ മയോണൈസിന് പകരം നമ്മൾ ഒഴിക്കുന്നത് സോസ്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണല്ലോ സോസ്. അപ്പോൾ സോസ് ഒരു കോട്ട് ഒഴിച്ചു. എന്നിട്ട് ആ സോസും നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ മയോണൈസിൻ്റെ ടേസ്റ്റും വന്നു, സോസിൻ്റെ ടേസ്റ്റും വന്നു, വെജിറ്റബിൾസും വന്നു, എല്ലാം കൊണ്ട് കിടുവായിരിക്കും മക്കളെ. ഇനി അതിൻ്റെ പൊക്കത്തേക്ക് വീണ്ടും ഒരു സ്ലൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അതിലേക്ക് ഇതാ വീണ്ടും കുറച്ച് സവാള, തക്കാളി, അതിലേക്ക് കുറച്ച് മല്ലിച്ചീര. ചില കുട്ടികൾക്ക് മല്ലിച്ചീര അത്ര ഇഷ്ടം ഉണ്ടാവില്ല. ഇതിൻ്റെ നടുവിലേക്ക് ഇതാ കട്ട്ലേറ്റും വെച്ചു. ഇനി ഇത് ചൈനീസ് ലീഫാണ്, ഈ ലീഫ് അതും വെച്ചു. കണ്ടോ, ചൈനീസ് ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് ഉണ്ട് കേട്ടോ, അതും വെച്ചു. ഇതാ നമ്മുടെ ബർഗർ അങ്ങ് ക്ലോസ് ചെയ്യും. അപ്പോൾ വെറും 2 മിനിറ്റ് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബർഗർ റെഡി. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എം ജി അണ്ണന്റെ ഒട്ടുമിക്ക ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ചേട്ടനല്ല. അതിന്റെ കറക്റ്റ് ആയിട്ട് മിമിക്രി ആണെങ്കിലും അല്ലാതെ പാട്ട് പാടാനും ഒക്കെ കറക്റ്റ് ആണ്. പാട്ടുകാരനായില്ലെങ്കിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ തിരുമല ചന്ദ്രന്റെ ടൂപ്പിലെ മോഹൻലാലിനെ ഡ്യൂപ്പ് ചെയ്താന്. കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോലയിൽ. ഞാൻ എംജിയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പാട്ട് രണ്ടെണ്ണം ഒരു പാടാം. മാന്യ പ്രേക്ഷകർക്ക് എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എം ജിയുടെ പാട്ട് ഞാൻ പാടുന്ന പോലെ എം ജി ഒരു ശബ്ദമാണോ എൻ്റെ ശബ്ദമാണോന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ രണ്ടും കയറി വരും. കേൾക്കട്ടെ. ഓക്കെ. മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ, മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ, തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ, മഞ്ഞിൻ ചിറകുള്ള വെള്ളരിപ്രാവേ ഉള്ളിൻ്റെ ഉള്ളിൽ തിരയുന്നതെന്തേ, മൗനം മയങ്ങുന്ന മോഹങ്ങളാണോ, തൂവൽ തുമ്പിലെ സിന്ദൂരമാണോ. മണ്ണലയിൽ പൊന്നലയിൽ ഒരു മക്കൂട്ടിൽ ചേക്കേറാൻ ചില്ലയിപ്പോ, മഞ്ഞലയിൽ പൊന്നലയിൽ ഒരു മക്കൂട്ടിൽ ചേക്കേറാൻ ചില്ലയിപ്പോ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നൊരു മുട്ട പിസ എന്ന് പറയുന്ന സാധനം. നമ്മളെല്ലാവരും പിസ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ മുട്ട പിസ ഇതുവരെ ആരും കഴിച്ചിട്ടുണ്ടാവില്ല. അതിന് ഏറ്റവും വേണ്ടത് മുട്ടയാണ്. പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ, നമ്മുടെ കേരളത്തിൻ്റെ തനി. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ, നമ്മൾ സാധാരണ മുട്ട തട്ടടയിൽ ചെന്ന് മുട്ട അടിക്കുമ്പോൾ ഇതെല്ലാം അവസാനം ഇടുന്ന സാധനമാണ്. പക്ഷേ ഇത് ഞാൻ ആദ്യം ഇടും. ഇതൊന്ന് ചെറുതായി. ഇതിന് ശേഷം പച്ചമുളക് ഇടും. കണ്ട. ഇതിന് ശേഷം ഇനി തക്കാളി ഇടുന്നു. അല്പം ഉപ്പ് ഇടുന്നു. ശേഷം വേപ്പില നമ്മളിടുന്നു. അല്പം മഞ്ഞപ്പൊടി നമ്മൾ തൂവും. അല്പം
മുളക് പൊടി, ഒരു മേമ്പൊടിക്ക് അല്പം മസാല, ഗരം മസാല ഇടും, കുരുമുളക് അല്പം ഇടും. ശേഷം പൊടിക്ക് കൂടി ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് വാ വാ. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ട നമ്മൾ പൊട്ടിക്കുകയാണ്. മുട്ട പൊട്ടിച്ച് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതിങ്ങനെ അങ്ങോട്ട് ഇടും. പിന്നെ അടുത്ത മുട്ട നമ്മൾ പൊട്ടിക്കുന്നു, അതിൻ്റെ പുറത്ത് കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇടുന്നു. മുട്ട നമ്മൾ ഒരുപാടൊന്നും ഇതാക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് കുറച്ചുകൂടി നമ്മൾ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നു. കുരുമുളക് പൊടി അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് പൊരിക്കുന്നു. അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നു. കണ്ട, ഏകദേശം ഒരു പിസയുടെ ഒരു ആകൃതിയിലായിട്ടില്ലേ? ഈ സാധനം മറിച്ചിടാതെ നമുക്ക് ഉപയോഗിക്കാം. ശരിക്കും മറിക്കാത്ത മുട്ട പലർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എൻ്റെ മുട്ട പിസ വിത്ത് ബൈജു ജോസ്. ഓരോ ടീമുകളായിട്ടൊക്കെ മാറണം. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ മാറണം. നമ്മൾ മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ. നമ്മുടെ ടീമുകളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ടീം കഞ്ഞിയും പയറും, ടീം കപ്പയും മീനും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഒരു ദോശയാണ്. അപ്പോൾ ദോശയിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ദോശയാണ് ചിക്കൻ എഗ് ദോശ. ആ കുട്ടി എന്ത് പറയൂ കുട്ടി? ജിനി ദോശ കഴിച്ചിട്ടുണ്ടോ? ബാംഗ്ലൂരുള്ള എന്നോടാണോ ജിനി ദോശ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്? എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങള് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഞങ്ങളെ കൂട്ടുപിടിക്കണ്ട. ഏറ്റവും അധികം ഇഷ്ടമുള്ള ഇത്രയും താരങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അനാരോഗ്യം വന്നാൽ, ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദി എലീന എന്ന് പറയുന്ന കുട്ടിയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ രാത്രി വിരമിക്കുന്നു.